ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അപ്പോൾ അതുകൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ആദ്യം തന്നെ നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആദ്യം അരിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഇതാണ്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബട്ടർ പേപ്പർ കൂടി വെച്ചിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നല്ലതുപോലെ ബീറ്റ് ആയതിനു ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഈ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒറ്റ തവണ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു തവണ മാത്രം ബീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനെഗർ ഒഴിക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നതിനും കൂടിയാണ്. അത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇനി കേക്കിൽ അപ്ലൈ ചെയ്യാനുള്ള ചെറി സിറപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റെങ്കിലും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് നമുക്ക് 3 ലെയറായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ട്രേയുടെ അകത്തുനിന്ന് നമുക്ക് കേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ചുറ്റും ഞാനൊന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് കമത്തി ഇടുകയാണ് ചെയ്യുന്നത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അധികം പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി കേക്ക് നമുക്ക് ഒന്ന് 3 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റും. അതിനുശേഷം ഒരു ത്രെഡ് എടുത്ത് അത് ക്രോസ് ചെയ്ത് പിടിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിലേക്ക് ചെറി സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറി സിറപ്പ് സാധാരണ നമ്മൾ കേക്കിൽ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കേക്ക് നല്ലതുപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും, നല്ല സ്വീറ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പ് ചെയ്യാനുള്ള ബൗളും അതുപോലെ തന്നെ നമ്മുടെ ബ്ലെൻഡറിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബൗളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരിക്കരുത്. അപ്പോൾ നല്ലതുപോലെ തുടച്ചെടുക്കണം. ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബൗള് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ആദ്യം നമുക്ക് ഈ ക്രീം ഒന്ന് ലോ സ്പീഡിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഹൈ സ്പീഡിലിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മീതെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെക്കണം. കേക്കിൽ നമ്മൾ ഓൾറെഡി ചെറി സിറപ്പൊക്കെ ഒഴിച്ചു വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒഴിക്കാത്തത്. ഇനി ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്കിന് ചുറ്റും എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ 3 ലെയറും ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി ബാക്കിയുള്ള 2 ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടുത്ത ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഫുൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിന് മുകളിൽ ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് ഓരോ ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേക്കിൻ്റെ ചുറ്റും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.